ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശോഭ ടൈലേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറിന്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2.25 മീറ്റർ കോട്ടൺ ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇത് നിവർത്ത് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ തുണി 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി മേളിൽ നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇത് വരച്ചതിന് ശേഷം ഇനി നമ്മുടെ കറക്റ്റ് ഫിറ്റിനുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ് എടുക്കുക. അതിപ്പോൾ റെഡിമെയ്ഡ് ആകാം, തയ്പ്പിച്ചതാകാം, എന്തോ ആകാം, നിങ്ങളുടെ കറക്റ്റ് അളവിനുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ് എടുക്കുക. ഇത് പാൻസിന്റെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശം നമ്മളൊന്ന് അകത്തേക്ക് മടക്കി വെക്കുക. അതായത് ബാക്ക് വശം വെളിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി എടുക്കാനായിട്ട് പാൻറ്. ഇപ്പൊ ബാക്ക് വശത്തിന്റെ പാറ്റേൺ ആണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത്. എന്നിട്ട് പാൻറ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ വരച്ചില്ലേ ഒരു വര 2 ഇഞ്ച് എടുത്ത്, അതിന്റെ തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ പാൻറ് വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഓപ്പൺ സൈഡിൽ നിന്നും ഈ ഭാഗം കണ്ടോ, ഇത്ര ഒരു 1/2 ഇഞ്ചെങ്കിലും വിട്ട് വേണം നിങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ പാറ്റേൺ തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യമേ നമ്മൾ ക്രോച്ചിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ക്രോച്ച് ആ വളഞ്ഞിരിക്കുന്ന ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവുക. അപ്പൊ അതാണ് അതിന്റെ തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുന്നത്. നോർമലിൽ നിന്നും 1 ഇഞ്ച് കൂടുതൽ എടുത്ത് മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം ഈ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത പോയിന്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ഇനി പാൻറിന്റെ താഴ്ഭാഗത്ത് നിന്ന് ബോട്ടം പാർട്ടിൽ നിന്നും എക്സ്ട്രാ ഒരു 2 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. സോ ആ 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കൂടുതൽ കൊടുക്കുക. അപ്പൊ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത പോർഷനിൽ നിന്ന് വേണം നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കാൻ. ശേഷം അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നിന്നും നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ഈ ഭാഗത്തു നിന്നും തയ്യൽ തുമ്പ് കൊടുക്കണം. ഇവിടെ നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ നിന്നും വീണ്ടും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ആ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഇവിടെ അങ്ങ് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ക്രോച്ചിന്റെ പോയിന്റ് ആണ്. കണ്ടോ, കറക്റ്റ് ആ ക്രോച്ചിന്റെ പോയിന്റ് വരെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, അതൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 വശത്തും തയ്യൽ തുമ്പ് വരച്ചു കഴിഞ്ഞു. ഇനി ക്രോച്ച് കർവിൽ നിന്നും നമ്മുടെ ആ ക്രോച്ചിന്റെ ആ എൻഡ് പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒരു 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം മേളിലേക്ക് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ ഇത് വരയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ക്രോച്ചിന്റെ ആ കർവ് പോർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതാണ് ക്രോച്ച് കർവ്. അപ്പൊ നമ്മൾ പാറ്റേൺ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇത് വെട്ടി എടുത്താൽ മതി. പാൻറിന്റെ പാറ്റേൺ വളരെ വൃത്തിയായിട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് ടോട്ടൽ 4 പീസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 പീസ് വെച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇത് 2 പീസാണ് കേട്ടോ. 1 2 2 പീസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നല്ല വശം 2 അഭിമുഖമായിട്ട് വെക്കുക. ഇത് 2 നല്ല വശം അഭിമുഖമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ ഈ ക്രോച്ചിന്റെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ഇതും 2 പീസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ നല്ല വശം അഭിമുഖമായിട്ട് വെക്കുക. ശേഷം അതിന്റെ ക്രോച്ചിന്റെ ഏരിയ 2ന്റെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു പീസ് നല്ല വശത്തേക്ക് മറിച്ചിടുക. നല്ല വശത്തേക്ക് ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പീസും എടുക്കുക. അടുത്ത പീസ് എടുത്തതിന് ശേഷം അതിന്റെ ചീത്ത വശം മുകളിലാകുന്ന രീതിയിൽ വെക്കുക. അതായത് നല്ല വശം 2ഉം അഭിമുഖമാകുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം ഈ നടുക്ക് കണ്ടില്ലേ, നടുക്ക് നിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 കോർണറിൽ നിന്നും ഒരു ചരിഞ്ഞ വര നമുക്ക് ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഫ്രണ്ട് പീസിന് നമുക്ക് ബാക്ക് പീസിനെ അപേക്ഷിച്ച് കുറച്ചൊരു നീളം കുറവാണ്. അപ്പൊ അതാണ് കംഫർട്ടബിൾ, കയറി പോകാതിരിക്കാനൊക്കെ നല്ലത് അതാണ്. സോ അതിന് ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ആ ഒരു ഭാഗം
ഇച്ചിരി നീളം കുറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് മാത്രം പിടിച്ചേ കട്ട് ചെയ്യാവുള്ളൂ, രണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ അത് ചെയ്തു ശേഷം നമ്മുടെ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ആ സെന്റർ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ താഴ്ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ എടുത്ത തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ്. സോ ആ 2 ഇഞ്ചും ഫോൾഡ് ചെയ്ത് അറ്റം ഒന്ന് മടക്കി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതും ചെയ്യുക. അപ്പൊ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിന്റെ വശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. കണ്ടോ, വശം സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു സ്ലിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് വശങ്ങളിൽ. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ, പാലാസോ പാൻറ്റിൽ സൈഡിൽ ഒരു ചെറിയ കുഞ്ഞു സ്ലിറ്റ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 2 ഇഞ്ചാണ്. സോ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ബാക്കി ഭാഗം മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഇവിടെയും 2 ഇഞ്ച് കഴിഞ്ഞുള്ള ഭാഗത്ത് നിന്നും ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ 2 ഇഞ്ച് വരുന്നത് ഈ ഭാഗത്താണ്. സോ ഇവിടുന്ന് ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ ഭാഗം അവിടെ അതുപോലെ തന്നെ കിടക്കട്ടെ, നമ്മളിപ്പോ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ആ 2 ഇഞ്ച് വിട്ട ഭാഗത്ത് നിന്ന് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലിറ്റിന്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് സാധാരണ ചുരിദാറിന്റെ സ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. കണ്ടോ, ഒരു പോർഷൻ എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്യുക, അകത്തേക്ക് ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കുക. ശേഷം അതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എഡ്ജ് സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിന്റെ പോർഷൻ തുടങ്ങുന്ന ആ ഭാഗം എത്തുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടി മുന്നോട്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, 1/2 ഇഞ്ച് കൂടെ മുന്നോട്ട് സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തി ഫാബ്രിക് തിരിക്കുക. ശേഷം ഈ സൈഡും അതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ഇതിന്റെ അറ്റത്ത് വരുമ്പോൾ വീണ്ടും സൂചി കുത്തി നിർത്തുക, ഫാബ്രിക് തിരിച്ചെടുക്കുക. ശേഷം അതിന്റെ എഡ്ജിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടോ, അപ്പൊ നമ്മുടെ ഈ സൈഡിൽ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ അടുത്ത വശവും ജോയിൻ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ മേൽഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഇത് നമ്മൾ ഇലാസ്റ്റിക് കയറ്റുന്നതിന് വേണ്ടിയുള്ള പോർഷൻ ആണ്. അപ്പം ആദ്യമേ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യുക. ശേഷം നമ്മൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അതായത് എക്സ്ട്രാ എടുത്തിരിക്കുന്ന 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് വേണം നമ്മൾ മടക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു വിടവ് കൊടുക്കണം. ഒരു ഇത്രയും പോർഷൻ നമുക്ക് ഇലാസ്റ്റിക് കയറ്റുന്നതിന് വേണ്ടി വിടണം. ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ബാക്കിയെല്ലാം ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ഇലാസ്റ്റിക്കിന്റെ അളവ് നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പൊ അത് എത്രയാണോ കിട്ടുന്നത് അതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. സോ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നോർമലി ഇൻസേർട്ട് ചെയ്യുന്ന പോലെ സെപ്റ്റിപ്പിനിട്ട് നമുക്കിത് ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇലാസ്റ്റിക് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.